ഒന്നല്ല രണ്ടല്ല മൂന്ന് കുപ്പി ഗാവിസ്കോൺ ആണ് ഈ മാസം മാത്രം ഞാൻ കുടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ എനിക്ക് വോമിറ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനം തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന് പകരമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നെഞ്ചരിച്ചിലുണ്ട്. ഒരു രക്ഷയില്ല. ചില സമയത്ത് എനിക്ക് തന്നെ തോന്നും എന്റെ ഉള്ളിൽ വല്ല ലാവം മറ്റേ കിടക്കുന്നുണ്ടോന്ന്. അതുപോലെയാണ് നെഞ്ചരിച്ചൽ വരുന്നത് കേട്ടോ. സോ ഈ ഒരു ഗാവിസ്കോൺ ഇല്ലാതെ പറ്റില്ല. അപ്പൊ മൂന്നാമത്തെ കുപ്പിയും തീർന്നപ്പോ നമ്മൾ പുതിയത് വാങ്ങാൻ വേണ്ടി പോവാണ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഷോപ്പിങ്ങിനും പോവാന്ന് വിചാരിച്ചു. ആൻഡ് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന വെസ്റ്റ് സൈഡ് ആണ്. ആൻഡ് വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിന്റർ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഡ്യൂബോൺസിന്റെ ഒക്കെ നല്ല അടിപൊളി ക്യൂട്ട് ആയിട്ടുള്ള കളക്ഷൻസ് വന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബോയ്സിന്റെ റോംബറും ആൻഡ് പിങ്ക് കളർ ആയിട്ടുള്ള ഈ ഒരു ഗേൾസിന്റെ റോംബറാണ്. ഗേൾ ബേബി ആണോ ബോയ് ആണോ എന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഒരു ഇൻഡ്യൂഷൻ വെച്ചിട്ട് ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടവൽ ആണെങ്കിൽ നല്ല സൂപ്പർ ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇഷ്ടംപോലെ സാൻഡൽസിന്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാൻഡൽ ആയിരുന്നു. ഒരുപാട് നാറ്റ്വേസിന്റെ കളക്ഷൻസും വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഈ ഒരു റെഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ഡ്രസ്സ് ഞാൻ എടുക്കണോ വേണ്ടിയോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ എന്റെ ഇപ്പോഴത്തെ ഒരു വയറിന്റെ പരുവം വെച്ച് ഞാൻ എടുത്തില്ല. ഡെലിവറി കഴിഞ്ഞിട്ട് നോക്കാന്ന് വെച്ച്. പിന്നെ ഈ ഒരു ഗ്ലിറ്റർ സ്പ്രേ ഞാൻ ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചൊരു സാധനമായിരുന്നു. അതെന്തായാലും ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റിട്ടോ. ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഷൈനി ആയിട്ട് ഹെയർ ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വെറും 150 റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല സ്പാർക്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. ഒരു നൈറ്റൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല പോലെ തന്നെ ഭംഗി ഉണ്ടാവും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി.